പരാജയപ്പെട്ട ബന്ധങ്ങളിൽ നിന്ന് പിന്നീടും പല ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും ട്രോമയുടെ രൂപത്തിൽ. നമ്പർ 1 എന്ന് പറയുന്നത് മറ്റുള്ളവരെ പെട്ടെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു സെക്കൻഡ് മാരേജ് അല്ലെങ്കിൽ സെക്കൻഡ് റിലേഷൻഷിപ്പിലൊക്കെ തയ്യാറെടുക്കുന്നവർ ഇത് അനുഭവിക്കുന്നുണ്ട്. നമ്പർ 2 എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള പാർട്ട്ണർ ആണെങ്കിലും ഇമോഷണലി ഓപ്പൺ അപ്പ് ആകാൻ നമുക്ക് സാധിക്കണമെന്നില്ല. മൂന്നാമത്തെ കാര്യം, ഇടയ്ക്കിടെ കുറ്റബോധവും വിഷമവും ഒക്കെ നമുക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീമും സെൽഫ് വർത്തും ഒക്കെ വളരെ കൺഫ്യൂസിങ് ആയിട്ട് അല്ലെങ്കിൽ തീരെ ഇല്ലാത്തതായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോകും. പിന്നെ നമുക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരുപാട് ഇൻട്രൂസീവ് തോട്ട് വരും, കടന്നു കയറും ഇങ്ങനെ ഒരുപാട് ചിന്തകൾ, അമിതമായ ചിന്തകൾ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് അത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ പഴയ ബന്ധത്തിൽ ഉള്ളത് കൊണ്ടാണെന്നും മനസ്സിലാക്കണം കേട്ടോ.